സംസ്ഥാന വ്യാപകമായി സപ്ലൈകോ ഓണച്ചന്തകളെ ജനങ്ങൾ ഏറ്റെടുത്തതിനോടൊപ്പം മധ്യ കേരളത്തിലും സപ്ലൈകോ ഓണം ഫെയറുകളിലും ജനത്തിരക്കേറുകയാണ്. കൊച്ചിയിൽ നിന്ന് തിയോഫിൻ കൂടി ചേരുന്നുണ്ട്. തിയോഫിൻ, നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലെ വിൽപ്പന മാത്രം 21 കോടിയിലധികം പിന്നിട്ടിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. ആ ഫ്രെയിമിൽ തന്നെ തിയോഫിനൊപ്പം തന്നെ കാണാം വലിയ തിരക്കാണ്, നീണ്ട ക്യൂ ആണ്. എവിടെയാണ് ഉള്ളത്, എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ? മിനിഷ, നമ്മളുള്ളത് എറണാകുളത്തെ ജില്ലാതല സപ്ലൈകോ ഓണം ഫെയറിലാണ്. ഇത് കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിന് സമീപമാണ് ഓണം ഫെയർ. നമുക്കറിയാം, ഈ ദൃശ്യങ്ങളിലേക്ക് തന്നെ വലിയ ക്യൂ ആണ്. ഇവിടെ ഈ സാധനങ്ങൾ എടുത്ത ശേഷം ബില്ലിങ്ങിനായി നിൽക്കുന്നവരാണിത്. അകത്ത് ഒരുപാട് പേർ സാധനങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നുമുണ്ട്. കാരണം ഇനിയിപ്പോൾ അങ്ങോട്ട് വലിയ തിരക്കിലേക്ക് പോകുന്നൊരു സമയമാണ്. ഉച്ച മുതൽ സാധാരണ തിരക്ക് വർദ്ധിച്ചു വരുന്നതായാണ് ഈ സപ്ലൈകോയുടെ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത്. കഴിഞ്ഞ 26-ാം തീയതിയാണ് ഇവിടുത്തെ ഓണം ഫെയർ ആരംഭിച്ചത്. വലിയ തിരക്ക് അന്ന് മുതലുണ്ട്. ധാരാളം ഉൽപ്പന്നങ്ങൾ, അത് സബ്സിഡിയോട് കൂടിയതും അല്ലാത്തതുമായ ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം. കിട്ടി അധികം സാധനം വേണ്ടായിരുന്നു, കുറച്ച് മതിയായിരുന്നു. സബ്സിഡി ഉള്ളത് കിട്ടി. ഉപഭോക്താക്കൾ തന്നെ പറയുന്നത് അവർ ഉദ്ദേശിച്ചു വന്ന സാധനങ്ങളൊക്കെ എടുക്കാൻ സാധിച്ചു എന്നാണ്. നമുക്കും ഇനിയുള്ളവരോട് ചോദിച്ചു നോക്കാം. ഇല്ല ആദ്യമായിട്ട് എല്ലാവരും ഉപഭോക്താക്കളൊക്കെ സംതൃപ്തരാണ്. കാരണം ഇവർ ഏറ്റെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ സബ്സിഡി നിരക്കിലുള്ള അരിയുണ്ട്. നമുക്ക് വേണമെങ്കിൽ ആ അരിയുടെ അത് കാണാം. വിലയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അരിയുടെ സബ്സിഡി അരിയുടെ മട്ടരി അത് 33. ഞാൻ നേരത്തെ അവർ പറഞ്ഞത് ശ്രദ്ധിക്കുകയായിരുന്നു. ഏതായാലും ആദ്യമായിട്ട് വരികയാണ് സപ്ലൈകോയിൽ. ആദ്യമായിട്ട് അങ്ങനെ ഈ ഓണക്കാലത്ത് വരണമെങ്കിൽ ആ സപ്ലൈകോയിലെ സാധനങ്ങളെക്കുറിച്ച്, സബ്സിഡി നിരക്കിൽ ലഭ്യമാകുന്ന സാധനങ്ങളെക്കുറിച്ചൊക്കെ കേട്ടറിഞ്ഞാകണം ഇത്തവണ സപ്ലൈകോയിലേക്ക് എത്തിയത്. പൊതുമാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ വില കുറച്ച് സപ്ലൈകോയിൽ നിന്ന് സാധനങ്ങൾ ലഭ്യമാകുന്നുണ്ട് എന്ന് കേട്ടറിഞ്ഞ് തന്നെയാകണം അവർ ആദ്യമായി സപ്ലൈകോയിലേക്ക് എത്തിയത്. തീർച്ചയായും മിനിഷ, അതായത് അല്ലെങ്കിൽ പൊതു മാർക്കറ്റിലെ വിലക്കയറ്റമുണ്ട്. ഓണക്കാലത്ത് സാധാരണ ഉണ്ടാകാറുള്ള വിലക്കയറ്റമുണ്ട്. അത് പിടിച്ചു നിർത്തുക എന്നതാണ് ഏറ്റവും പ്രധാനമായും ഈ സപ്ലൈകോ ഓണം ഫെയറിലൂടെ ലക്ഷ്യമിടുന്നത്. സർക്കാരിൻ്റെ ഈ വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള ശ്രമങ്ങൾ അത് ഫലം കാണുന്നു. അതിനോട് ജനങ്ങൾ വളരെ അനുകൂലമായി തന്നെ പ്രതികരിക്കുന്നു എന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. വലിയ ഒരു തിരക്ക് നമുക്കിവിടെ തന്നെയുണ്ട്. രാവിലെ മുതലുണ്ട്. രാവിലെ നമ്മൾ വന്നപ്പോൾ മുതൽ തന്നെ ഒട്ടേറെ ആൾക്കാരുണ്ട്. ഈ സാധനങ്ങൾ തിരഞ്ഞെടുത്ത് പ്രത്യേകം ഓരോ ഭാഗത്തുനിന്ന് സാധനങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ട്. സപ്ലൈകോയുടേതായ ബ്രാൻഡ് ചെയ്ത ഉൽപ്പന്നങ്ങൾ, അതോടൊപ്പം ശബരി ബ്രാൻഡിലുള്ള മറ്റ് ഉൽപ്പന്നങ്ങളുണ്ട്. മറ്റൊരു പ്രത്യേകത, ഇന്ന് ഈ സപ്ലൈകോയുടേതല്ലാതെ, അതായത് ഈ സബ്സിഡി ഉൽപ്പന്നങ്ങളല്ലാതെ മറ്റ് ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുണ്ട്. 250-ലധികം വ്യത്യസ്ത ബ്രാൻഡുകളിലുള്ള പല സാധനങ്ങളുണ്ട്. അതെല്ലാം MRP നിരക്കിൽ നിന്നും വലിയ ഡിസ്കൗണ്ടും ഓഫറോടും കൂടിയൊക്കെയാണ് നൽകുന്നത്. ഇതുകൂടാതെ തന്നെ അത്തരം ഈ സബ്സിഡി ഉൽപ്പന്നങ്ങളല്ലാത്ത 1500 രൂപയ്ക്ക് മുകളിൽ സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവർക്ക് 1 ലിറ്റർ ശബരി വെളിച്ചെണ്ണ ഇന്ന് പ്രത്യേക ഓഫറോട് കൂടി നൽകുന്നുണ്ട്. 339 രൂപയ്ക്കാണ് ഇത് ലഭ്യമാകുന്നത്. പിന്നെ ഓരോ സബ്സിഡിയോട് കൂടിയ ശബരി വെളിച്ചെണ്ണ 1 ലിറ്റർ വെളിച്ചെണ്ണ കാർഡിന് നൽകുന്നുണ്ട്. അതും 339 രൂപയ്ക്ക് തന്നെയാണ് നൽകുന്നത്. ഇതോടൊപ്പം കേരയുടെ വെളിച്ചെണ്ണയുണ്ട്. കേരയുടെ വെളിച്ചെണ്ണ 100 രൂപയോളം സബ്സിഡിയോട് കൂടിയാണ് നൽകുന്നത്. അങ്ങനെ സബ്സിഡി ഇതര വെളിച്ചെണ്ണയുണ്ട്. അത് 389 രൂപയ്ക്ക്. അങ്ങനെ വെളിച്ചെണ്ണയാണ് ശരിക്കും ഇവിടേക്ക് കൂടുതൽ പേരെ ഇത്തവണ ആകർഷിക്കുന്നത്. കാരണം ഇത്തവണ ഓണത്തിന് ഒരു മാസം മുൻപായി വലിയ വിലക്കയറ്റം വെളിച്ചെണ്ണയ്ക്കുണ്ടായിരുന്നു. അതിനെ പിടിച്ചു നിർത്താനുള്ളൊരു ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, സപ്ലൈകോയുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ശ്രമം ഫലം കണ്ടിരിക്കുന്നതെന്ന് വേണം നമുക്ക് പറയാൻ. കാരണം വലിയ വിലക്കയറ്റത്തിലേക്ക് അത് പോകാതെ നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിരവധി പേർ ഇവിടേക്ക് എത്തുന്നത്. ഒപ്പം പയറ്, പരിപ്പ് തുടങ്ങിയ സാധനങ്ങളെല്ലാം വീട്ടിൽ ഭക്ഷണം തയ്യാറാക്കുന്നതിന് വേണ്ട ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അരി, സബ്സിഡി നിരക്കിലുള്ള അരി, അതൊരു വലിയ ആകർഷണമാണ്. ഇതാണ് ഇത്രയധികം പേരെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. പ്രധാനമായും വെളിച്ചെണ്ണ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത് ഉപഭോക്താക്കൾ തന്നെ നമ്മളോട് പങ്കുവയ്ക്കുന്ന വിവരമാണ്. ഈ വെളിച്ചെണ്ണയുടെ വിലക്കുറവ്, സബ്സിഡി നിരക്കിൽ സർക്കാർ നൽകുന്ന വെളിച്ചെണ്ണ, ശബരി വെളിച്ചെണ്ണയും കേര വെളിച്ചെണ്ണയും ഒക്കെ ഇവിടെ കിട്ടുന്നു. അതിന് കൂടി വേണ്ടിയാണ്. ഇതോടൊപ്പം കിറ്റുകളുണ്ട്, പ്രത്യേക കിറ്റുകൾ. സപ്ലൈകോ ഒരുക്കിയിട്ടുള്ള സിഗ്നേച്ചർ കിറ്റുണ്ട്. ഇതുകൂടാതെ മറ്റൊരു ഈ സമൃദ്ധി കിറ്റ്, ഇത്തരം കിറ്റുകളൊക്കെ ഈ ഓണം ഫെയറിൽ പ്രത്യേക ഡിസ്കൗണ്ടോട് കൂടിയാണ് നൽകുന്നത്. അങ്ങനെ ഹാപ്പി ഓണം ഓഫർ, അതോടൊപ്പം തന്നെ ഈ സബ്സിഡി നിരക്കിലുള്ള കിറ്റുകൾ, ഇതൊക്കെ നിരവധി പേരെ ആകർഷിക്കുന്നുണ്ട്.
ഒട്ടനവധി പേരാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത്തവണത്തെ ഒരു ഇവിടുത്തെ സ്റ്റാളിന്, കൊച്ചിയിലെ സ്റ്റാളിനൊരു പ്രത്യേകത, ഇവിടെ ഓണം ഫെയറിൻ്റെ സ്ഥലം ഒരല്പം കുറവാണ്. എന്നാൽ എല്ലാവിധ ക്രമീകരണങ്ങളും ഉള്ള സ്ഥലത്ത് ക്രമീകരിച്ചിട്ടുമുണ്ട്. ഉൽപ്പന്നങ്ങൾ പാക്ക് ചെയ്യാനും അത് പ്രത്യേകം ക്രമീകരിക്കാനുള്ള ഒരു പകുതി ഭാഗത്ത് അതിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സാധനങ്ങൾ, നമ്മളിപ്പോൾ ഈ കാണുന്ന ഭാഗം എന്ന് പറയുന്നത് സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾ ഉള്ള ഭാഗമാണ്. ഈ ഇത്തരം മറ്റ് വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട്. ഈ സാധനങ്ങളൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ 1500 രൂപയ്ക്ക് സബ്സിഡി ഉൽപ്പന്നങ്ങൾ കൂടാതെ ഇത്തരം സാധനങ്ങൾ, അതിന് തന്നെ പ്രത്യേക ഓഫറുണ്ട്. ഇപ്പം നമുക്കറിയാം എല്ലാ സാധനങ്ങളിലും വില എഴുതി, ഓഫർ വിലയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത്തരം വിലക്കുറവ്, പ്രത്യേക ഓണം സ്പെഷ്യൽ ഓഫറെല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. അത്തരം ഓഫറും അതോടൊപ്പം തന്നെ ആ ഓഫറോട് കൂടി തന്നെ 1500 രൂപയ്ക്ക് അതിന് മുകളിലുള്ള സാധനം വാങ്ങുന്നവർക്ക് സബ്സിഡി നിരക്കിലുള്ള ശബരി വെളിച്ചെണ്ണ, ആ ശബരി വെളിച്ചെണ്ണയാണ് നമ്മളിവിടെ കാണുന്ന ശബരിയുടെ വെളിച്ചെണ്ണ, സബ്സിഡി നിരക്കിലുള്ള വെളിച്ചെണ്ണ അത് നൽകുന്നുണ്ട്. ഒപ്പം നിരവധി സാധനങ്ങളുണ്ട്. ഇവിടെ നമുക്ക് ഇപ്പുറത്തെ ഭാഗത്തേക്ക് ഈ കിറ്റാണ്, ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സിഗ്നേച്ചർ കിറ്റാണിത്. സിഗ്നേച്ചർ കിറ്റ് ഈ ഓണം ഫെയറിൽ നൽകുന്നത് 305 രൂപയുടെ കിറ്റാണ്. അത് 229 രൂപയ്ക്കാണ് നൽകുന്നത്. ആ സിഗ്നേച്ചർ കിറ്റിലുള്ള സാധനങ്ങൾ ഇവിടെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് തന്നെ നോക്കാം, സാധനങ്ങൾ പരിശോധിക്കാവുന്നതാണ്. ശബരിയുടെ മുളക് പൊടി, ശബരിയുടെ തന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, സാമ്പാർ പൊടി, അങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഉൾപ്പെടുന്ന കിറ്റാണ്. കുറച്ചുകൂടി വലിയ കിറ്റുണ്ട്, മിനി സമൃദ്ധി കിറ്റ്. സമൃദ്ധി കിറ്റ് അതിനേക്കാൾ വലുതാണ്. മിനി സമൃദ്ധി കിറ്റിന് MRP 625 അതിപ്പോൾ ഓണം പ്രമാണിച്ച് ഓണം ഫെയറിൽ 500 രൂപയ്ക്കാണ് നൽകുന്നത്. തുടർന്ന് സമൃദ്ധി കിറ്റ്, അത് വലിയ കിറ്റ് 1225 രൂപയുടെ കിറ്റ്, അത് പ്രത്യേക ഈ ഫെയർ നൽകുന്ന വില അത് നൽകുന്നത്. അങ്ങനെ ഇതാണ് ജനങ്ങളെ ആകർഷിക്കുന്നത്. ഒപ്പം ആവശ്യമുള്ള സാധനങ്ങൾ, സബ്സിഡി ഉള്ള സാധനങ്ങളും സബ്സിഡി ഇതര സാധനങ്ങളും ഒക്കെ തിരഞ്ഞെടുക്കാനുള്ള അവസരവുമുണ്ട്. അത്തരത്തിലുള്ള ക്രമീകരണങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സാധനങ്ങളെല്ലാം ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇത് പ്രത്യേകം അരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അത് പ്രത്യേകം എടുത്ത ആവശ്യക്കാർക്ക് അത് ഇവിടെ നിന്ന് നൽകാനുള്ള സംവിധാനമുണ്ട്. മറ്റ് സാധനങ്ങളൊക്കെ, പലവ്യഞ്ജന സാധനങ്ങളൊക്കെ പാക്ക്ഡ് സാധനങ്ങളാണ് നമ്മൾ നേരത്തെ കണ്ടത്. അതെല്ലാം ഉപഭോക്താക്കൾക്ക് നേരിട്ട് തന്നെ എടുത്ത് കിറ്റിലാക്കി കൊണ്ടുപോകാനുള്ള സൗകര്യമുണ്ട്. അരി ആവശ്യത്തിനുള്ളത് ഈ കൗണ്ടറിൽ നിന്നും എടുക്കാം. ഒപ്പം സാധനങ്ങൾ ഇതിന് പിന്നിലായി സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ സപ്ലൈകോയുടെ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെ നമ്മളോട് നമുക്ക് വേണമെങ്കിൽ അവരോട് ചോദിക്കാം. ചേട്ടാ, എങ്ങനെയാണ് ഇവിടെ നമ്മൾ ഈ സാധനങ്ങളിലേക്ക് ഒരു ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്? നമ്മൾ മാവേലി ഇവിടെ എല്ലായിടത്തും അറേഞ്ച് ചെയ്തിട്ടുണ്ട്, കയറി വരുന്നിടത്ത് തന്നെ. പിന്നെ ഇപ്പുറത്ത് നോൺ മാവേലി സാധനങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സബ്സിഡി അരി കൊടുക്കുന്നുണ്ട്, 3-4 ഐറ്റം. അത് നമുക്ക് അവിടെ നിന്ന് ബില്ലടിച്ചിട്ട് ഇതിനോടൊപ്പം വന്ന് വാങ്ങിക്കാവുന്നതാണ്. ഈ പുറത്ത് ഇങ്ങനെ അതിൽ കൂടെ വന്നിട്ട് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തുടങ്ങിയ അന്ന് മുതലുള്ള തിരക്ക് എങ്ങനെയാണ്? ഉപഭോക്താക്കളുടെ പ്രതികരണമൊക്കെ എങ്ങനെയാണ്? നല്ല പ്രതികരണം. ഒരുപാട് പേര് ഇത് ആദ്യം നമ്മൾ മറൈൻ ഡ്രൈവിലായിരുന്നു തോന്നുന്നു ഇത് ആദ്യം സംഘടിപ്പിച്ചിരുന്നത്. അപ്പോൾ അവിടെ വരെ പോയിട്ട് അന്വേഷിച്ചിട്ടും തേടി ഇവിടെ വരുന്നുണ്ട് എല്ലാവരും. അപ്പോൾ പിന്നെ ഇവിടെ പുതിയതായിട്ട് ഇപ്പോൾ ഇവിടെ ഫെയർ വേറെ നടക്കുന്നുണ്ട്. അതിനകത്തേക്ക് വരുന്ന ആൾക്കാരും ഇത് കണ്ടിട്ട്, സപ്ലൈകോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് അറിയാലോ, ആ ഒരൊറ്റ പേരിൽ തന്നെ നമുക്ക് ഒരുപാട് പേര് പുതിയതായിട്ടും കൂടി കയറി വരുന്നുണ്ട്. സർക്കാരിൻ്റെ ഓണ വിപണിയിലെ ഇടപെടൽ ഫലപ്രദമായി ലക്ഷ്യം കണ്ടു എന്ന് തന്നെയാണ് ഇവരുടെ വാക്കുകളിൽ നിന്ന്, ആ തിരക്കുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്. സബ്സിഡി സാധനങ്ങൾ വാങ്ങിക്കാനാണ് വലിയ തിരക്ക് സപ്ലൈകോയുടെ ആയാലും കൺസ്യൂമർ ഫെഡിൻ്റെ ആയാലും ഓണച്ചന്തകളിൽ അനുഭവപ്പെടുന്നത്. ആ സബ്സിഡി സാധനങ്ങൾ തീരുന്ന മുറയ്ക്ക് റീസ്റ്റോക്ക് ചെയ്യുന്നുമുണ്ട്. അതിനാൽ തന്നെ യാതൊരുവിധ പരാതികളും ഇല്ലാതെ ഈ വർഷം ഓണക്കാലം ഒരു ബുദ്ധിമുട്ടുമില്ലാതെ എല്ലാ മനുഷ്യന്മാർക്കും ഒരുപോലെ ആഘോഷിക്കാനാകട്ടെ എന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വെച്ചതുപോലെ തന്നെ അതിനുവേണ്ട എല്ലാ സഹായങ്ങളും പദ്ധതികളുമായാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്ന് തെളിയിക്കുന്ന കാഴ്ചകളാണ് നമ്മൾക്ക് മുന്നിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.